പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഡെമോക്രസിയെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെമോക്രസിയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഒരു ആമുഖം എന്ന രൂപത്തില് എങ്ങനെയാണ് ലോകത്ത് ഡെമോക്രസി ഉണ്ടായത്, ഉദയം ചെയ്തത്, ഏതൻസിൽ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ മോഡേൺ ഡെമോക്രസി എങ്ങനെയാണ് വളർന്നു വന്നത് തുടങ്ങിയ ഭാഗങ്ങൾ ഒരു ആമുഖം എന്ന രീതിയിൽ ചെറിയ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മീനിങ് ഓഫ് ഡെമോക്രസി. അപ്പൊ നമുക്ക് ഈ ഡെമോക്രസിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒന്നാണ് ഡെമോക്രസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം where people have an equal say in the decision that affect their life. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനുള്ളതുപോലെ തന്നെ ജനങ്ങൾക്കും ഒരു ഈക്വൽ സേ, ജനങ്ങൾക്കും അവരുടേതായ വോയിസ് ഉള്ള ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. കാരണം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം, തങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് തങ്ങൾക്കും അഭിപ്രായം പറയാനുണ്ട്, തങ്ങളുടെ അഭിപ്രായം കൂടി മാനിക്കണം. അപ്പൊ ആ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിക്കുന്ന ഒരു ഭരണ സമ്പ്രദായത്തെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു ഐഡിയൽ സെൻസിൽ എടുക്കുമ്പോൾ, ഇപ്പോ ഈ ഒരു ഐഡിയൽ കോൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി എടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാല് വേർ പീപ്പിൾ വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രൊപ്പോസൽ, ഡെവലപ്മെന്റ് ആൻഡ് പാസേജ് ഓഫ് ലെജിസ്ലേഷൻ ഇൻ ടു ലോ. അതായത് ജനങ്ങൾ ഈ പ്രൊപ്പോസൽ, അതായത് ജനങ്ങളെ ബാധിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അത് ജനങ്ങൾ അതിന്റെ പ്രൊപ്പോസൽ തുടങ്ങിയിട്ട് അതൊരു ലോ ആയിട്ട് മാറുന്നത് മുതൽ അത് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് ബോഡിയിൽ ഡിസ്കസ് ചെയ്യുന്ന സമയം മുതൽ അതിലൂടെ പങ്കെടുത്ത് അങ്ങനെ അതൊരു ലെജിസ്ലേഷൻ, അതൊരു ലോ ആയി മാറുന്ന ഈ എല്ലാ പ്രക്രിയകളിലും ജനങ്ങൾക്ക് തങ്ങളുടെ ഒരു വോയിസ് ഉള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പലപ്പോഴും ഒരു ഐഡിയൽ കേസ് ആയിട്ട് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. പക്ഷെ അത് ചില സമയത്തൊന്നും, അല്ലെങ്കിൽ ഈ ചില രാജ്യങ്ങളിൽ, ഇപ്പൊ സ്വിറ്റ്സർലാൻഡിലൊക്കെ ഉണ്ടെങ്കിലും ഒരു മോഡേൺ രാജ്യം അല്ലെങ്കിൽ മോഡേൺ നാഷണൽ സ്റ്റേറ്റിൽ വിത്ത് ദിസ് മച്ച് പോപ്പുലേഷൻ ആൻഡ് സൈസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതായത് ഇത്രയും വലിയ ജനങ്ങളുള്ള അല്ലെങ്കിൽ ഇത്രയും അധികം ജനങ്ങളുള്ള ഇത്രയും വലിയ രാജ്യങ്ങളിലൊന്നും ഈ ഒരു ഐഡിയൽ കോൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി സാധ്യമല്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഒരു റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് ഗവൺമെന്റ് നമുക്കുള്ളത്. എന്നിരുന്നാലും ഒരു ഐഡിയൽ കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഡെമോക്രസിയുടെ ഈ ഒരു ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഡെമോക്രസിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, അതല്ലെങ്കിൽ ഡെമോക്രസിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് it can also encompass social, economic and cultural conditions that enable the free and equal practice of political self-determination. അതായത് ഈ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ജനങ്ങൾ പങ്കെടുക്കുക മാത്രമല്ല, ജനങ്ങൾക്ക് എങ്ങനെയാണ് പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, ഈ അരിസ്റ്റോട്ടലിന്റെ ഈ ഫ്രീ ടൈമിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് സാധാരണ ജനങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ, കാരണം അവർക്ക് ഒഴിവ് സമയമില്ല. അപ്പൊ മോഡേൺ ഡേ ഡെമോക്രസി അതിനൊരു പരിഹാരമായിട്ട് മോഡേൺ ഡേ ഡെമോക്രസി പറയുന്നത് ജനങ്ങൾക്ക് നിങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയിൽ പങ്കെടുപ്പിക്കാം എന്ന് പറയുന്നതോട് കൂടെ തന്നെ ആ ഒരു പ്രക്രിയയിൽ, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ കണ്ടീഷൻസ് ഒരുക്കാൻ കൂടെ മോഡേൺ ഡേ ഡെമോക്രസികൾ തയ്യാറാവണം എന്നുള്ളതാണ്. അത് തയ്യാറാണ് എന്നുള്ളതാണ് മോഡേൺ ഡേ ഡെമോക്രസിയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കൊന്നും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഡെമോക്രാറ്റിക് പ്രോസസ്സുകളിൽ ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസും അതുപോലെ സമൂഹത്തിലെ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗം, മാർജിനലൈസ്ഡ് ആയുള്ള സെക്ഷൻസിന് റിസർവേഷൻ കൊടുക്കുന്നത്, അതുപോലെ വിമൻ റിസർവേഷൻ,
അതുപോലെ തന്നെ എക്കണോമിക് ഈ ഇനീക്വാലിറ്റീസ് കുറക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, കൾച്ചറൽ കണ്ടീഷൻ, ഇവയെല്ലാം ഒരുക്കി കൊടുക്കുമ്പോഴേ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ജനങ്ങളുടെ മിയർ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ പൊളിറ്റിക്സ് വിൽ നോട്ട് ബ്രിങ് ഡെമോക്രസി ഇൻ ടു എക്സിസ്റ്റൻസ്. അതായത് ജനങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഡെമോക്രസി ആവുകയില്ല. മറിച്ച് ആ ജനങ്ങൾക്ക് പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. കാരണം ഒരുപാട് സോഷ്യലായിട്ടും എക്കണോമിക് ആയിട്ടും കൾച്ചറലായിട്ടും ഈവൻ പൊളിറ്റിക്കൽ ആയിട്ടും പലതരത്തിലുള്ള ഹഡിൽസും ബാരിക്കേഡ്സും ഉണ്ടാവും. അതെല്ലാം മാറ്റിക്കൊടുത്ത് ഈ എല്ലാ രീതിയിലും ജനങ്ങൾക്ക് ഡെമോക്രസിയിൽ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് കൂടി, അല്ലെങ്കിൽ അത്തരം ഒരു സൗകര്യങ്ങളെ ഉറപ്പുവരുത്തുന്നു എന്നുള്ളത് കൂടി ഡെമോക്രസിയെ മറ്റു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, ഡെമോക്രസി എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. ഒന്ന് ഡെമോസ് അല്ലെങ്കിൽ പീപ്പിൾ എന്നർത്ഥം വരുന്ന ഡെമോസ്, അതുപോലെ തന്നെ ക്രാറ്റോസ് എന്നും പറയാറുണ്ട്, ക്രേറ്റിയൻ അല്ലെങ്കിൽ ക്രേഷ്യൻ എന്നും പറയാറുണ്ട്. അതായത് ടു റൂൾ, പവർ അല്ലെങ്കിൽ ടു റൂൾ. ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ റൂൾ ഓഫ് ദ പീപ്പിൾ എന്ന അർത്ഥം വരുന്ന ഡെമോക്രാറ്റോസ് അല്ലെങ്കിൽ ഡെമോസ് ആൻഡ് ക്രാറ്റോസ് എന്ന് പറയുന്ന 2 വാക്കുകളിൽ നിന്നാണ് ഡെമോക്രസി എന്ന് പറയുന്ന വാക്കുണ്ടായത്. അതായത് 4-5 നൂറ്റാണ്ടുകളിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റുകളിലാണ് ഡെമോക്രസി ഉണ്ടായത്. അപ്പൊ ആ ഡെമോക്രസിയാണ് ഈ ഒരുപാട് പൊളിറ്റിക്കൽ സയൻസിന്റെയും ഒരുപാട് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സിന്റെയും എല്ലാം ടീച്ചറായിരുന്ന സോക്രൈറ്റ്സിനെ ഈ ഡെത്ത് സെന്റൻസിന് വിധിച്ചതും ഇത് ആഥൻസിലെ ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും എല്ലാം, കാരണം പ്ലേറ്റോ വളരെയധികം മാനസികമായിട്ട് അടുപ്പമുള്ള ഒരാളായിരുന്നു സോക്രൈറ്റ്സ്. നമ്മളെ ഹിസ്റ്ററി ഓഫ് ഫിലോസഫി എന്ന് പറയുന്ന പുസ്തകത്തില് ഓതർ പേര് ഞാൻ ഓർക്കുന്നില്ല, അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് ദ ഫിലോസഫി അല്ല, സ്റ്റോറി ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്ന് പറയുന്ന പുസ്തകത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം സോക്രൈറ്റ്സും പ്ലേറ്റോയും തമ്മിലുള്ള ആ ബന്ധവും സോക്രൈറ്റ്സിന്റെ അവസാന നാളുകളും ഈ സോക്രൈറ്റ്സ് ഇവർക്ക് നൽകുന്ന ഉപദേശങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സോക്രൈറ്റ്സുമായിട്ടുള്ള ഒരു അടുപ്പവും സോക്രൈറ്റ്സിന്റെ മരണത്തിലോട്ട് ഡെമോക്രസി കാരണമായതും ഒക്കെയാണ് പ്ലേറ്റോ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു വിശ്വപ്രസിദ്ധനായ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറെ ഡെമോക്രസിക്കെതിരായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. സോക്രൈറ്റ്സിനെ ഡെമോക്രാറ്റിക്കലി ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്നുള്ളത് കൊണ്ട് ആ ഭാഗത്തോട്ട് കടക്കുകയല്ല. എന്നിരുന്നാലും ഈ ഗ്രീക്കിന്റെ ഡെമോക്രസി ഈസ് ദ ഗവൺമെന്റ് ഇൻ വിച്ച് ദ പീപ്പിൾ റൂൾ ഓവർ ദംസെൽവ്സ്. ഗ്രീക്സ് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ ആ സമയത്ത് നടന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അരിസ്റ്റോട്ടിൽ കൺസിഡേർഡ് ആസ് എ പെർവേർട്ടഡ് ഫോം ഓഫ് ഗവൺമെന്റ്. ഒരു പെർവേർട്ടഡ് ആയിട്ടുള്ള ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഇതിനെ അരിസ്റ്റോട്ടിൽ ഡെമോക്രസിയെ വിളിക്കുന്നത്. ഹിസ്റ്ററിയുടെ പിതാവായുള്ള ഹെറോഡോട്ടസ് പറയുന്നത്, ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് the ruling power of the state is largely vested in the members of the community as a whole. അതായത് റൂളിംഗ് പവർ, ഒരു കമ്മ്യൂണിറ്റിയെ ഭരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ വെസ്റ്റഡ് ആയിട്ടുള്ള, ജനങ്ങളുടെ മേലിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സിസ്റ്റത്തെയാണ് ഡെമോക്രസി എന്ന് ഹെറോഡോട്ടസ് പറയുന്നു. എബ്രഹാം ലിങ്കന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഡെഫിനിഷൻ ഓഫ് ഡെമോക്രസി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഡെമോക്രസി ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ്, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. അത്തരത്തിലുള്ള ഈ ജനങ്ങൾ അല്ലെങ്കിൽ പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥയെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കുന്നതെന്നാണ് എബ്രഹാം ലിങ്കൺ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് അത്. അതുപോലെ ബ്രൈസി പറയുന്ന ഡെമോക്രസി ഈസ് ദാറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് the ruling power of the state is legally vested not in any particular class or classes but in the members of the community as a whole.
ബ്രൈസി പറയുന്നത് ഈ ഇപ്പൊ ആ ഒരു 18th സെഞ്ചുറിയിലും അതുപോലെ മിഡീവൽ യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒന്നുകിൽ മൊണാർക്കിന്റെ കയ്യിൽ അല്ലെങ്കിൽ രാജാവിന്റെ കയ്യിൽ, കിങ്ങിന്റെ കയ്യിൽ ഭരണം ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അരിസ്റ്റോക്രസിയും ഒലിഗാർക്കിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സന്ദർഭമായിരുന്നു മിഡീവൽ യൂറോപ്പിലുണ്ടായിരുന്നത്. അത്തരത്തിൽ നിന്നൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ ആളിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലാസിന്റെയോ മേളിൽ ഭരണം കൊടുക്കാതെ ജനങ്ങളുടെ മേലിൽ ലീഗലി ഭരണം കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് ഡെമോക്രസി എന്ന് പറയുന്നത് എന്നാണ് പ്രൊഫസർ ബ്രൈസിയുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഡൈസി പറയുന്നത് പ്രൊഫസർ സീലി പറയുന്നത് ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് എവറിബഡി ഹാസ് എ ഷെയർ. സമൂഹത്തിലെ എല്ലാവർക്കും തങ്ങളുടേതായ ഒരു ഷെയർ കൊടുക്കാൻ പറ്റുന്ന, ഡെസിഷൻ മേക്കിങ്ങിലാവട്ടെ, പോളിസി ഫോർമുലേഷൻ ആവട്ടെ, ഇംപ്ലിമെന്റേഷനിലാവട്ടെ, ഏതൊക്കെയാണെങ്കിലും സമൂഹത്തിലെ എല്ലാവർക്കും തങ്ങളുടേതെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഷെയർ ഉള്ള ഫോം ഓഫ് ഗവൺമെന്റിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കുന്നതെന്നാണ് പ്രൊഫസർ സീലി പറയുന്നത്. അതുപോലെ അക്കോർഡിംഗ് ടു ഡൈസി, ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ദ ഗവേണിംഗ് ബോഡി ഈസ് കമ്പാരിറ്റീവ്ലി ലാർജ് ഫ്രാക്ഷൻ ഓഫ് ദ എൻറ്റയർ നേഷൻ. അതായത് ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എല്ലാവരെയും പരിഗണിക്കുന്ന ഈ ഫ്രാക്ഷൻ ഓഫ് ദ ഹോൾ, ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഓരോ ആളുകൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഗവൺമെന്റിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത് എന്നാണ് ഡൈസിയുടെ അഭിപ്രായം. എന്നിരുന്നാലും ഈ ഡെഫിനിഷൻസ് എല്ലാം സൂചിപ്പിക്കുന്നത് ഡെമോക്രസി എന്ന് പറയുന്നത് പീപ്പിൾ സെൻട്രിക് ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണ സമ്പ്രദായത്തെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഹെറോഡോട്ടസ് തുടങ്ങി, അതായത് പുരാതന വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് മുതൽ ഈ മോഡേൺ ഡേ ഫിലോസഫേഴ്സ് വരെയുള്ള എല്ലാവർക്കും പറയാനുള്ളത് ഒരു പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഭരണ സമ്പ്രദായത്തെ നമുക്ക് ഡെമോക്രസി എന്ന് വിളിക്കാം. പീപ്പിൾ സെൻട്രിക് ആയാൽ മാത്രം പോരാ, ജനങ്ങൾക്ക് ഈ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സുകളിൽ പങ്കെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ കണ്ടീഷൻസ് ഒരുക്കി കൊടുക്കുക കൂടി ചെയ്യുമ്പോഴേ ഡെമോക്രസി പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള ആ ഒരു ഭാഗം കൂടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഡെഫിനിഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.